അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും റിറ്റ്സുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം വ്യത്യസ്തമായ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് അക്കൗണ്ടിങ് മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹെൽത്ത് സെക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, റിസോർട്ട്, അങ്ങനെ ഒരുപാട് മേഖലയിൽ നമ്മുടെ റിറ്റ്സിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അതേപോലെ തന്നെ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ അഡീഷണൽ പ്രിക്വേഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ സെറ്റിങ്സുകൾ എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫയലുകൾ നമുക്ക് എവിടെ നിന്നാണ് അത്തരം ഫയലുകൾ ലഭ്യമാവുക തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ കാര്യങ്ങൾ, എവിടെ നിന്ന് തുടങ്ങി എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ ഒരു സക്സസ് ആക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു വിശദമായ സ്ക്രീൻ റെക്കോർഡിങ് ഈ വീഡിയോയിലെ തുടർച്ചയായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻ റെക്കോർഡിങ്ങോട് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ റിറ്റ്സിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനാദ്യം നമുക്ക് കുറച്ച് സെറ്റിങ്സുകൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ കൺട്രോൾ പാനൽ ഓപ്പൺ ആക്കുക. കൺട്രോൾ പാനലിൽ നമുക്ക് ഫയർവാൾ ഉണ്ട്. വിൻഡോസ് ഫയർവാൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടേൺ വിൻഡോസ് ഡിഫൻഡർ ഫയർവാൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫയർവാൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ടേൺ ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്കുള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റീജിയൻ ഉണ്ട്. അപ്പോൾ റീജിയൻ എന്ന് പറയുന്ന നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് UK എന്ന് പറയുന്ന റീജിയനാണ് നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീജിയൻ ഇംഗ്ലീഷ് UK കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടൈം സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ ഡേറ്റ്, ടൈം സെറ്റിങ്സുകളെല്ലാം നമ്മൾ ഇപ്പോൾ HH MM TT എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ടൈം സോണും അതേപോലെ തന്നെ ഈ ഡേറ്റിൻ്റെ ഫോർമാറ്റ് DD MM YY എന്ന് പറയുന്ന ഫോർമാറ്റുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് അതേ രീതിയിലല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഒന്ന് എൻഷുർ ചെയ്യുക. പിന്നെ ഇത്രയും ബേസിക്കായിട്ട് ഇത്രയും സെറ്റിങ്സുകൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, കൺട്രോൾ പാനലിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോൾ പാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സുകൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ഉള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ഫയലുകൾ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ആപ്പിയോൺ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് SQL Anywhere 17 ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവണമെങ്കിൽ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റപ്പ് ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ ഫയൽ എവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IMCയുടെ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന imc.dqtech എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഓരോ യൂസേഴ്സിനും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂസർ ഐഡിയും പാസ്വേഡുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ചിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലായിരിക്കും നമ്മളുടെ എല്ലാ ഫയലുകൾ, നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പ് ഫയലുകൾ, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫയലുകൾ, EXEകളെല്ലാം നമ്മൾ ഈ ഫോൾഡറിലാണ് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് SP400 എന്ന് പറയുന്ന നമ്മുടെ റൺ ടൈം ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനായിട്ടുള്ള SQL Anywhere 17 സെറ്റപ്പ് ഫയലുകളും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് എന്നുള്ള മെനുവിൽ നമുക്ക് റിറ്റ്സ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ റിറ്റ്സ് ടൂളിൽ കയറിയിട്ട് നമ്മളുടെ ഈ രണ്ട് സെറ്റപ്പ് ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് SP400 റൺ ടൈം ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ SQL Anywhere 17 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് സെറ്റപ്പ് ഫയലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമ്മുടെ സെറ്റപ്പ് ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റപ്പ് ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിൽ SP400 എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ടാവും, അതേപോലെ തന്നെ SQLൻ്റെ 17 സെറ്റപ്പ് ഉണ്ടാവും. ഈ രണ്ട് സെറ്റപ്പുകളും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യാൻ വേണ്ട സെറ്റപ്പ് ഫയലുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. SQLും PB ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വേണ്ട വർക്കിംഗ് ഫോൾഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വർക്കിംഗ് ഫോൾഡറിൽ മെയിനായിട്ട് 4 കമ്പോണൻ്റാണ് നമ്മുടെ വർക്കിംഗ് ഫോൾഡറിൽ ഉണ്ടാവുക. അതിൽ ഒന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സർവീസ് പാക്കാണ്. 2 EXE, 3 INI, 4 ഡാറ്റാബേസ്. ഇതിൽ സർവീസ് പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ക്രീനിങ്ങുകളുണ്ട്. ഇപ്പോൾ ലോഗിൻ പോലെയൊക്കെയുള്ള ഒരുപാട് ബാക്കപ്പ് അങ്ങനെയൊക്കെയുള്ള തുടങ്ങിയ ഒരുപാട്
കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സുകളുണ്ട്. അത്തരം കോമൺ ഫീച്ചേഴ്സുകളൊക്കെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവീസ് പാക്ക് എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ ഇതിലേക്ക് ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുന്നത്. അതേപോലെ തന്നെ EXE എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയർസിനും അതാത് സോഫ്റ്റ്വെയറിൻ്റെ ഫയലുകളാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടാസ്ക് BGR ചെയ്യുന്ന സമയത്ത് ടാസ്ക് BGRൻ്റെ സെറ്റപ്പ് ഫയലാണ് വർക്കിംഗ് ഫോൾഡറിലേക്ക് കൊണ്ടുവരേണ്ടത്. ഡൈനാണ് ചെയ്യുന്നതെങ്കിൽ ഡൈൻ്റെതായിരിക്കും ഫയലാണ് നമ്മൾ വർക്കിംഗ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാനുണ്ടാവുക. ഇനി ഇതേപോലെ തന്നെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള INA എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമൺ ഫയലാണ്, ഒരു കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ഫയലാണ്. ഈ കോമൺ ഫയലായിരിക്കും നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും INA എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. ഇനി നാലാമത്തെ കമ്പോണൻ്റാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് നമ്മൾ നേരത്തെ EXEന് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റാബേസുകൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഫയലുകളൊക്കെ നമുക്ക് നമ്മുടെ imc.dqtech എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ നമ്മുടെ imc.dqtech എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഈ ഫയലുകൾ ആദ്യം നമുക്ക് വേണ്ടത് സർവീസ് പാക്കും EXE ആണ്. അപ്പോൾ നമ്മൾ സർവീസ് പാക്കും EXEയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡ്രൈവ് എന്ന് പറയുന്ന മെനുവിൽ നമുക്കിവിടെ SP500 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സർവീസ് പാക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള EXEകളും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ 501 എന്ന് പറയുന്ന സർവീസ് പാക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ 501ൻ്റെ മുകളിലേക്കുള്ളതായിരിക്കും ഈ EXEകൾക്കൊക്കെ ഉപയോഗിക്കേണ്ട സർവീസ് പാക്ക്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഫയലുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകളായിരിക്കും ഈ 500 എന്ന് പറയുന്ന സർവീസ് പാക്കിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഫയലുകൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും BGR4 ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് BGR4 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവീസ് പാക്കാണ്. അപ്പോൾ നമുക്കിവിടെ 501 എന്ന് പറയുന്ന സർവീസ് പാക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ BGR4ൻ്റെ ലേറ്റസ്റ്റ് EXEയും ഞാനിവിടെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റാളേഷൻ ഫയൽസിൽ മൂന്നാമത്തത് INA ആണ്. അപ്പോൾ INA നമ്മൾ എവിടെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിറ്റ്സ് ടൂൾസിലുണ്ടാവും. അപ്പോൾ റിറ്റ്സ് ടൂൾസിൻ്റെ ഫയൽ ഓപ്പൺ ആക്കുക. ഈ റിറ്റ്സ് ടൂൾസിൽ നമുക്കിവിടെ task.INA എന്ന് പറയുന്ന ഫയലുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ആക്കുക. ഇനി അടുത്ത നാലാമത്തെ കമ്പോണൻറ്റ് നമ്മുടെ ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഡാറ്റാബേസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ആക്കുക. ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ഡാറ്റാബേസ് ആണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഡാറ്റാബേസ്, ഇപ്പോൾ നമ്മൾ BGR4 ആയതുകൊണ്ട് BGR4ൻ്റെ ഡാറ്റാബേസ് നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫയലുകളും നമ്മളിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഫയലുകൾ ഉപയോഗിച്ചിട്ട് വർക്കിംഗ് ഫോൾഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫയലുകളെല്ലാം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് വർക്കിംഗ് ഫോൾഡർ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ നമ്മുടെ D ഡ്രൈവിൽ ഞാനിപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളെയും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആദ്യം നമ്മുടെ ഡൗൺലോഡ്സിൻ്റെ ഫയൽ ഓപ്പൺ ആക്കി. ഇതിൽ ആദ്യം നമ്മൾ സർവീസ് പാക്കിന് എന്ത് ചെയ്തു, നമ്മുടെ D ഡ്രൈവിൽ ടാസ്ക് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ സർവീസ് പാക്ക് ആ ഫോൾഡറിലേക്ക് എത്തി. ഇനി അടുത്തത് BGR4 എന്ന് പറയുന്ന നമ്മുടെ EXE ആണ്. ആ EXEനെ ഇതേപോലെ നമ്മുടെ വർക്കിംഗ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള ടാസ്ക് INA എന്ന് പറയുന്നത് നമ്മളിവിടെ കോപ്പി ചെയ്തതിന് ശേഷം അതും ഇതേപോലെ തന്നെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്ന വർക്കിംഗ് ഫോൾഡറിനുള്ളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഡാറ്റാബേസ് ആണ് പേസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഡാറ്റാബേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡാറ്റാബേസ് ഒരു ഫോൾഡർ ആക്കിയിട്ട് വേണം, അതായത് നമ്മുടെ വർക്കിംഗ് ഫോൾഡറിനുള്ളിൽ മറ്റൊരു ഫോൾഡർ ആയിട്ട് വേണം ഡാറ്റാബേസ് കീപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിവിടെ ഡാറ്റാബേസിൻ്റെ ഫോൾഡറിൻ്റെ പേര് DB എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡാറ്റാബേസ് ഉണ്ട്. ഇപ്പോൾ BGR4 നോർമൽ എന്ന് പറയുന്ന ആ ഡാറ്റാബേസിൻ്റെ സിപ്പ് ഫയലാണത്. ആ സിപ്പ് ഫയലിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടാസ്ക് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള DB എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഫയൽ ജസ്റ്റ് ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ നമ്മളുടെ വർക്കിംഗ് ഫോൾഡർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫ്രണ്ട് എൻഡും ഡാറ്റാബേസും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ വർക്കിംഗ് ഫോൾഡറിൽ പ്രൊഫൈൽ ബിൽഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റഗ്രിറ്റി ടെക്സ്റ്റ് നമ്മുടെ ഒരു സ്ക്രീൻ വരും. അതിൽ ഇൻറ്റഗ്രിറ്റി ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. എൻ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റർ ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരു പ്രൊഫൈൽ കമ്പനി എന്നുള്ള ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, അതേപോലെ തന്നെ നമ്മൾ എന്താണോ നമുക്ക് ആ സ്ഥാപനത്തിൻ്റെ ഡിസ്പ്ലേ നെയിം വെച്ചാൽ ആ ഡിസ്പ്ലേ നെയിം കൊടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റാബേസ് കണക്ട് ചെയ്യാനുമാണ് ഈ സ്ക്രീന് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്പ്ലേ നെയിം എന്നുള്ളിടത്ത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ടെസ്റ്റ് ഫേം എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമിൻ്റെ പേര് കൊടുത്തു. ഇനി അതിന് ശേഷം നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ നേരത്തെ നമ്മുടെ വർക്കിംഗ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള
ഡാറ്റാബേസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഡിയിൽ ടാസ്കിൻ്റെ ഉള്ളിൽ DBൻ്റെ ഉള്ളിൽ ടാസ്ക് എന്ന് പറയുന്ന DBനെ നമ്മളിവിടെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ എൻജിൻ അതേപോലെ തന്നെ ഡ്രൈവർ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 17 ആയതുകൊണ്ട് തന്നെ ഈ 2 ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻജിനും ഡ്രൈവറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ എടുത്തോളും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്കിവിടെ പ്രൊഫൈൽ നെയിം, DB നെയിം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ സെറ്റിങ്സ് ഒക്കെ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ ബിൽഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ഫേമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഇനി നമ്മളേക്ക് നമ്മുടെ വർക്കിംഗ് ഫോൾഡറിലേക്ക് വന്ന് നമ്മളുടെ ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷനാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഐക്കൺ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ടാസ്ക് എന്നുള്ള ഈ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ 3 ടൈപ്പിലാണ് യൂസർ ID പാസ്വേഡ് ഉണ്ടാവുക. അഡ്മിനിസ്ട്രേറ്റർ, സൂപ്പർവൈസർ, പിന്നെ ഡിഫറെൻറ്റ് യൂസേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ സൂപ്പർവൈസറിൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യുന്നതോടുകൂടി അൺരജിസ്റ്റേർഡ് സിസ്റ്റം, അതായത് നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ലൈസൻസ് ബ്രൗസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലൈസൻസ് ബ്രൗസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ക്രീൻ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമ്മൾ ഓരോ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോഴും ഓരോ കസ്റ്റമർക്കും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈസൻസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും. ആ ലൈസൻസ് നമ്മളിവിടെ ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ലൈസൻസ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്രൗസ് ലൈസൻസ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച നമ്മുടെ ഡെമോ ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആ ലൈസൻസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ബ്രൗസ് ചെയ്യുന്നത്. അപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിക്കുക. അപ്പോൾ പാസ്വേഡ് വയ്ക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ലൈസൻസിൽ എത്ര നമ്പർ ഓഫ് സിസ്റ്റംസ് ഉണ്ട്, ഇതിൻ്റെ പേരെന്താണ്, അതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. അതേപോലെ ലൈസൻസിൻ്റെ വാലിഡിറ്റി എത്രയാണെന്നുള്ളത് ഇതിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈസൻസിലേക്ക് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ആഡ് ചെയ്യണം. അതിന് ആഡ് സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് കൺട്രിയിലാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് വെച്ചാൽ ആ കൺട്രി സെലക്ട് ചെയ്യുക. അതിൻ്റെ ലൈസൻസ് ആൻഡ് ടേംസ് ഉണ്ട്, അത് I agree എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് അടിക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഈ കമ്പ്യൂട്ടർ ഈ ലൈസൻസിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അഗെയിൻ നമ്മുടെ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ എല്ലാ സെറ്റിങ്സും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇപ്പോൾ ലോഗിനായി. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് യൂട്ടിലിറ്റിയിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ബട്ടൺ അടിക്കുക. അപ്ഡേറ്റ് അടിക്കുന്നതോടുകൂടി സോഫ്റ്റ്വെയർ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണോ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫയലുകളും അതിലേക്ക് മൈഗ്രേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഇത്രയും പ്രൊസീജിയറുകളാണ് നമ്മളൊരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിറ്റ്സിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ തൊട്ട് മുമ്പ് നമ്മുടെ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയലുകൾക്ക് മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഫയലുകൾ മാറുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കി ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.